ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം നടന്നത്. തളാപ്പ് സജിത രാജൻ എന്നിവരുടെ വീടിൻ്റെ ഭിത്തിയും മേൽക്കൂരയുമാണ് തകർന്നു വിടുന്നത്. കനത്ത മഴയും കാറ്റും ആ സമയത്ത് അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെ ആണ് ഈ സംഭവം നടന്നിരുന്നത്. ഏതായാലും ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഓടും മേൽക്കൂരയുടെ ഭാഗങ്ങളും കല്ലും ഒക്കെ തന്നെ ഈ അടുക്കളയിലാണ് വന്ന് പതിച്ചിട്ടുള്ളത്. പാത്രങ്ങളും ഒക്കെ നശിച്ചിട്ടുണ്ട്. ഗ്ലാസുകളും ഒക്കെ തന്നെ തകർന്ന നിലയിലാണ്. ഏതായാലും വലിയ മഴയും കാറ്റും ഒക്കെ തന്നെ കണ്ണൂർ ജില്ലയിൽ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് ഈ അപകടവും ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും ആർക്കും പരിക്കില്ല. പ്രത്യേകിച്ചും ഈ സമയം നമുക്കറിയാം പുലർച്ചെയാണ്. സമയമായതുകൊണ്ട് തന്നെ ആളുകൾ ഉറങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ വലിയ അപകടമൊന്നും സംഭവിച്ചില്ലെന്ന് ആശ്വസിക്കാം. ഏതായാലും ഇവിടെ താമസിക്കാൻ കഴിയാത്ത, താമസയോഗ്യമല്ലാത്തൊരവസ്ഥയിലാണ് ഈ വീട് മാറിയിട്ടുള്ളത്. അത്രയും ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെടുന്നു. ചേട്ടൻ ഈ വീടിൻ്റെ ഉടമയാണ്. രാജൻ ചേട്ടാ, എങ്ങനെയായിരുന്നു സംഭവം? ഇത് പുലർച്ചെ ഒരു 4 മണിക്കായിരുന്നു സംഭവം. ഒരു 3:30 ആകുമ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ഉറക്കം കിട്ടിയായിരുന്നു. കാരണം മഴയും നല്ല കാറ്റുണ്ട് ആ സമയത്ത്. അങ്ങനെ ആ സമയത്തെന്ന് പറഞ്ഞാൽ മൂത്രമൊഴിക്കാൻ എണീച്ച ഒരു സമയമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് വന്ന് ഞാൻ പോയി കിടന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഇത് വലിയ ശബ്ദത്തോടു കൂടി എന്ന് പറഞ്ഞാൽ എന്തോ പതിക്കുന്ന പോലെ തോന്നി. എവിടെ നിന്നൊന്നും പെട്ടെന്ന് മനസ്സിലായില്ല. അങ്ങനെ വെളിയിൽ വന്ന് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പിൻഭാഗത്താണ്. അങ്ങനെ തുറന്ന് നോക്കുമ്പോൾ അത് എല്ലാം മൊത്തത്തിലെന്ന് പറഞ്ഞാൽ അമർന്ന് കിടക്കുക. ഇല്ല, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കാരണം പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്തൊരു വീടായിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്നായിരുന്നു സംഭവം ഉണ്ടായി. 4 മണിക്ക് നല്ല കാറ്റും മഴയാണ്. കാറ്റെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ചുഴലിക്കാറ്റ് പോലെയായിരുന്നു ഇവിടെ ആ സമയത്ത്. ആ കാറ്റിൻ്റെ ഇത് കൊണ്ടാണ് ഞാൻ എണീച്ചത്. ഒരു 3:30 എണീച്ചിട്ട് തന്നെ നോക്കിയായിരുന്നു. പിന്നെയും വന്ന് കിടന്നതാണ്. വീട്ടമ്മയും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേച്ചി, അടുക്കളയിലെ എല്ലാ പാത്രങ്ങളും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്ത് പറയാനാ, ഇങ്ങനെ ആശ്വാസം. ആ സമയമായതുകൊണ്ട് ആർക്കൊന്നും ഇല്ലാണ്ട്, അല്ലെങ്കിൽ 7 മണിയാണെങ്കിൽ ഞാൻ അടുക്കളയിലുണ്ട്. വലിയ ഒരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആ സമയമാണ് ഈ സംഭവം നടന്നത് എന്നത് തീർച്ചയായിട്ടും താമസയോഗ്യമല്ലാത്ത അവസ്ഥയിലേക്ക് ഈ വീട് മാറി എന്നതാണ്.